ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആണ് ദി പെൻഗ്വിൻ. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ് വരെ മാൻ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാരക്ടേഴ്സ് ആയാലും സീക്വൻസ് ആയാലും ഓരോ സീനായാലും ആ ഒരു വേൾഡ് ബിൽഡ് ആയാലും അത് പ്രസന്റ് ചെയ്തിരിക്കുന്നതായാലും എല്ലാം കിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ റിവ്യൂ ചെയ്തായിരുന്നു, കാരണം ഇത് പൊളിക്കും. ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിങ് പെർഫെക്റ്റ് എൻഡ് ആയിരുന്നു. ആൻഡ് പിന്നീട് അങ്ങോട്ട് വന്ന ഓരോ എപ്പിസോഡും മാൻ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. പെൻഗ്വിൻ എന്ന് പറയുന്ന മറ്റേ നല്ല മനസ്സായ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന ആളൊന്നുമല്ല, ഒരു പക്കാ വില്ലനാണ്. കാരണം പെൻഗ്വിനെ പോലെ ഒരു ക്യാരക്ടറിനെ ലോകത്ത് വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല. കൂടെ നിന്നിട്ട് അടുത്ത നിമിഷം നമ്മളെ തട്ടിക്കളയും. അമ്മാതിരി ഒരു ക്യാരക്ടറാണ് പെൻഗ്വിൻ എന്ന് പറഞ്ഞാൽ. വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ പക്കാ വില്ലൻ. തന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകും, ആരെയും കൊല്ലും, എന്തും ചെയ്യും, ഒന്നിനും ഒരു മടിയില്ലാത്ത ഒരു ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ ഞാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ക്രൈം നടക്കുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും, അങ്ങനെ ആയിരിക്കും സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എൻറ്റയർ സീരീസിൽ ഒരു സംസാരിക്കുന്നത് ഈ പെൻഗ്വിൻ ആ ഒരു ക്യാരക്ടർ ഒറിജിനൽ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ റൈസ് എങ്ങനെയായിരുന്നു ആണ് ഇത് സംസാരിച്ചു വരുന്ന ഒരു മർഡർ ഉണ്ട്. ആ മർഡറിന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് പോകുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഒരു ഗാങ്സ്റ്റർ വേൾഡിനകത്ത് നടക്കുന്ന കോൺഫ്ലിക്ട്സും വാർസും അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസ് സംസാരിക്കുന്നത്. ഒരു പക്ക സൂപ്പർ ഹീറോ ഐറ്റം ഒന്നുമല്ല. നമ്മൾ ബാറ്റ്മാൻ കണ്ടിട്ട് ഓക്കെ അതുപോലത്തെ ഒരു ഐറ്റം ആണെന്ന് പ്രതീക്ഷ പോയാൽ അതുപോലെയല്ല. ഒരു പക്ക ഗാങ്സ്റ്റർ സീരീസ് നമ്മൾ കാണുമ്പോൾ എങ്ങനെയിരിക്കും ആ രീതിക്കാണ് ഈ ഒരു എൻറ്റയർ സീരീസ് ഒരു പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എൻറ്റയർ സീരീസിൽ ബാറ്റ്മാൻ എവിടെയും കാണാൻ സാധിക്കില്ല. അവസാനം മാത്രം ചെറിയൊരു റെഫറൻസ് പറഞ്ഞു പോകുന്നല്ലാതെ വേറെ എവിടെയും ബാറ്റ്മാൻ ഇല്ല. കംപ്ലീറ്റ്ലി ഈ ഒരു എൻറ്റയർ സീരീസ് ആ ഒരു പെൻഗ്വിൻ എന്ന ക്യാരക്ടറും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ വേൾഡ് ബിൽഡും സംസാരിച്ച് പോകുന്നതാണ്. ആൻഡ് ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. കാരണം ഒരു ക്രൈം സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഓരോ കാര്യങ്ങളായിട്ട് ഓരോ സിറ്റുവേഷൻസും ഓരോ ഇവന്റ്സ് ആയിട്ട് വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഈ ഒരു എൻറ്റയർ സീരീസിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് വളരെ സിമ്പിളാണ്, പിന്നീട് പോകുന്ന ഓരോ കാര്യങ്ങളും, അതായത് ആ ഒരു എപ്പിസോഡിന്റെ എൻഡ് വരെ ഓരോ സീക്വൻസും ഓരോ ക്യാരക്ടേഴ്സും അതിന്റെ പ്രസന്റേഷനോ അല്ലെങ്കിൽ എക്സിക്യൂഷനോ എല്ലാം അടിപൊളിയാണ്. സ്റ്റാർട്ട് ചെയ്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള വേൾഡ് ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകും തോറും അല്ലെങ്കിൽ ഓരോ എപ്പിസോഡും ഓരോ സീക്വൻസും ഇങ്ങനെ കഴിഞ്ഞ് പോകും തോറും ഈ ഒരു വേൾഡ് എക്സ്റ്റെൻഡ് ആവുന്നൊക്കെ നമുക്ക് കാണാനും ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന ക്യാരക്ടറിനടുത്ത് നമുക്ക് അത്രമാത്രം ഒരു അറ്റാച്ച്മെന്റ് ഇമോഷൻ തോന്നുന്നെങ്കിൽ അത്ര കിടലോട്ടാണ് ഇവർ ഈ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് പെൻഗ്വിൻ മാത്രമല്ല, ഈ ഒരു സീരീസിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ചില ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഇമോഷണലി കണക്ട് ആവും. അതായത് ഈ ഒരു എൻറ്റയർ സീരീസിൽ ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും പലവരുടെ POV അല്ലെങ്കിൽ പലവരും ഫേസ് ചെയ്ത സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ അവർ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചെയ്തു കഴിഞ്ഞ കാര്യം ആയാൽ പോലും അവർ നിന്ന സിറ്റുവേഷനിൽ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, അത് ഓക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സീരീസിൽ ഓരോ ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ ചില ക്യാരക്ടേഴ്സാണ്. വിക്ടർ എന്ന് പറഞ്ഞൊരു പയ്യൻ വരുന്നുണ്ട് പെൻഗ്വിന്റെ ഡ്രൈവറായിട്ട്. പൊളിയായിരുന്നു പുള്ളിക്കാരൻ. ആ ഒരു എൻറ്റയർ സീരീസിൽ പുള്ളിക്കാരൻ വരുന്നതൊക്കെ വൺ സ്കോറിംഗ് ആയിരുന്നു. അടിപൊളി ഒരു ക്യാരക്ടറും നല്ല കിടിലം പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് പെൻഗ്വിന്റെ അമ്മയായിട്ട് വന്നൊരു ക്യാരക്ടർ, പുള്ളിക്കാരിയും പൊളിയായിരുന്നു. ആൻഡ് ലാസ്റ്റ് 2 എപ്പിസോഡിലൊക്കെ പുള്ളിക്കാരി വാസ് ലൈക്ക് മാൻ, ആ ഒരു ഇമോഷൻ സീക്വൻസ് ഒക്കെ നല്ല കിടിലായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പെൻഗ്വിനെ പോലെ അല്ലെങ്കിൽ പെൻഗ്വിന്റെ കൂടെ തന്നെ ആ ഒരു ലെവലിൽ പിടിച്ചിരുന്ന ഒരാളാണ് സോഫിയ. ഒരു രക്ഷയില്ല പുള്ളിക്കാരുടെ പെർഫോമൻസ് ആസ് എ സോഫിയ ഫാൽക്കോൺ. കിടിലോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്കാ വില്ലനിസം ആ ലെവലായിരുന്നു പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ. വില്ലനിസം ഒക്കെ കാണിക്കാൻ വേണ്ടി മറ്റേ ഭയങ്കര ആക്ഷൻ സീക്വൻസും ഭയങ്കര ഡയലോഗും അങ്ങനത്തെ ഒരു ആവശ്യം വന്നില്ല പുള്ളിക്കാർക്ക്. ജസ്റ്റ് ഒന്ന് നിന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ ആ ഒരു സ്മൈലും ഡയലോഗ്സും അല്ലെങ്കിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യം മാത്രം മതി പുള്ളിക്കാരുടെ അകത്തുള്ള ഒരു വില്ലനിസം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്തുമാത്രം പവർഫുള്ളും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നത്. ആ രീതിക്കാണ് ഈ ഒരു സീരീസിൽ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തവർ വെച്ചിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരുപാട് കിടിലം ക്യാരക്ടേഴ്സും ഒരുപാട് കിടിലം സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഒരുപാട് കിടിലം ഇവന്റ്സും ആ ഒരു വാറും ഗ്യാങ്ങും ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വൺ ഓഫ് ദ കിടിലം സീരീസ് ആണ്. ഈ ഒരു പെൻഗ്വിൻ എന്നുള്ള ക്യാരക്ടർ മാറ്റ് റീവ്സിന്റെ ഫസ്റ്റ് ബാറ്റ്മാൻ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒറിജിൻ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിന്റെ ആവശ്യം എന്താണ്. പക്ഷെ ശരിക്കും ആ ഒരു ക്യാരക്ടറിന്റെ റൈസ് അല്ലെങ്കിൽ ക്യാരക്ടർ ഇന്ന് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ആ പെൻഗ്വിന്റെ പവർ എന്താണ് അല്ലെങ്കിൽ പെൻഗ്വിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്യാരക്ടർ എങ്ങനെയാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സീരീസിൽ സംസാരിച്ച് പോകുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. വൺ ഓഫ് ദ കിടിലം സീരീസ് ആയിരുന്നു. ഞാൻ റീസെന്റ് ഒരുപാട് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് എപ്പിസോഡോട്ട് ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ് വരെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ന വൺ ഓഫ് ദ ഗ്രേറ്റ് സീരീസ് ആണ് ദി പെൻഗ്വിൻ. ആൻഡ് ഈ ഒരു വേൾഡും ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ഇനി കണ്ടിന്യൂ ആവുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കാണും. കാരണം പെൻഗ്വിൻ 2ലോ അല്ലെങ്കിൽ ബാറ്റ്മാൻ 2ലോ ഇതിലെ ക്യാരക്ടേഴ്സും ആ വേൾഡ് ബിൽഡൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ആ രീതിക്കാണ് ഇതിന്റെ ഒരു സീരീസ് എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു ബാറ്റ്മാന്റെ റെഫറൻസ് ഒന്നും എവിടെയും വരുന്നില്ല. പക്ഷെ ഒരു ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു ബാറ്റ്മാന്റെ റെഫറൻസ് വരുന്നുണ്ട്. സ്പോയിലാണ്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, അതായത് ആ ഒരു സീനിന് മുമ്പ് പെൻഗ്വിൻ ടോപ്പിൽ നിൽക്കുവാണ്, അറ്റ് ദ പീക്ക്. ഇനി അയാളെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈസ് ഓൺ ദ ടോപ്പ്, ഈസ് എ പവർഫുൾ ഗായ് എന്ന് അയാൾ തെളിയിക്കുന്ന അവിടെ അങ്ങനത്തെ ഒരു സീക്വൻസ് വെച്ചിരിക്കുന്ന മാൻ അത് വേറെ ലെവലായിരുന്നു.
ആൻഡ് അതുപോലെ തന്നെയാണ് ഇനി ഫ്യൂച്ചറിൽ വേറൊരു ക്യാരക്ടർ കൂടി വരാൻ പോകുന്നത്. അതിന്റെ ഒരു ഹിന്റ് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. സോഫിയ ഫാൽക്കൺ ഒരു ലെറ്റർ വരും. അത് ആരാ എന്താന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചുപേർക്ക് മനസ്സിലായിട്ടുണ്ട് ആരാന്ന്. സോ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് ദ കിഡിലൻ എക്സ്പീരിയൻസ് എന്ന ഒരു സീരീസ് ആണ് ദി പെൻഗ്വിൻ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.